ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് അരിപ്പൊടിയും ബാക്കി വന്ന ചോറും വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ദോശയിൽ നമ്മൾ ഉഴുന്നോ ബേക്കിംഗ് സോഡ ഈസ്റ്റ് ഇതൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ദോശ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ആർക്കും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതേ സെയിം കപ്പ് തന്നെ നമ്മൾ 1 കപ്പ് നിറച്ച് ചോറും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. മട്ടരിയുടെ ചോറാണെങ്കിലും ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതും 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1 ടേബിൾ സ്പൂണോളം ഉലുവ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പെർമനൻ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പിൽ നിന്ന് പകുതി ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ മിക്സിൻ്റെ ജാറിലുള്ള അടിഭാഗത്തുള്ള ആ പൊടിയൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിന് ശേഷം അരച്ചെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തുള്ള പൊടി അവിടെ കട്ട പിടിച്ചിട്ട് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പും പിന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്തിട്ട് അതിനുള്ള മുഴുവൻ മാവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നല്ലോണം കൈ വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. വേറെ നമ്മൾ തവി വെച്ചിട്ടൊന്നും കുഴച്ചെടുക്കരുത്. കൈ വെച്ചിട്ട് തന്നെ ഒരു കുറച്ച് സമയം വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് നേരം വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് മാവ് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഒരു 5-10 മിനിറ്റോളം സമയം വെച്ചിട്ട് ഇതുപോലെ തന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് കുഴച്ചെടുത്താലാണ് നമ്മളെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതൊരു 9-10 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനിപ്പോൾ രാത്രിയാണ് ഇത് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രാവിലെ ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു 8-9 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പാത്രം നിറച്ച് പൊങ്ങി വരുന്നില്ല. നമ്മളിതിൽ ഉഴുന്നോ ഈസ്റ്റോ സോഡപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. എന്നാലും മാവ് നല്ല ഒരു ഫ്ലഫി ആയിട്ടാണുള്ളത്, നല്ലൊരു ടെക്സ്ചറിലുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ തലേന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പുളി നന്നായിട്ട് വരും. അപ്പോൾ പുളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സാക്കി കൊടുക്കുക. ശേഷം നമുക്ക് ചട്ടിയിലിട്ട് എണ്ണ ഒന്ന് തടവിന് ശേഷം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ എണ്ണ തടവി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ബബിൾസോട് കൂടിയിട്ടുള്ള ദോശ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഉഴുന്നോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ നമുക്ക് ഓയിലൊന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദോശ കുറച്ച് മുരിച്ചിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന് മേലെ കുറച്ച് ഓയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. കുറച്ചുകൂടി നേരം സമയം വെച്ചാൽ നമുക്കിത് നല്ല മുരിഞ്ഞ ദോശയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള അധികം പുളിയൊന്നും ഇല്ലാത്ത ഒരു ദോശയാണിത്. പുളിദോശ ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ്. 1 കപ്പ് ചോറും 1 കപ്പ് അരിപ്പൊടിയും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളിതിൽ ഉഴുന്നൊന്നും ചേർത്തെടുത്തിട്ടില്ല. ഉഴുന്നിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഏത് ചട്നിയുടെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. തേങ്ങാ ചട്നി ആണെങ്കിലും തക്കാളി ചട്നി ആണെങ്കിലും ഒക്കെ എന്തിൻ്റെ കൂടെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്